ഹായ് ഹലോ വെൽക്കം ടു FM മെഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം. ഞാൻ RG അമയ 7th D. കൂട്ടുകാരെ, സ്കൂൾ നമുക്ക് പ്രിയങ്കരമാകുന്നത് എന്തുകൊണ്ടാണ്? പഠിക്കാനും കളിക്കാനും പാട്ടുപാടാനും കുസൃതി കാണിക്കാനും ചിന്തിക്കാനും എല്ലാം നമുക്കൊരിടമാണ് സ്കൂൾ. നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപികമാരുള്ള, നമ്മുടെ ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാരുള്ള സ്ഥലമല്ലേ? കൂട്ടുകാരോട് കൂടി കളിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ കളികൾക്കിടയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ശ്രദ്ധക്കുറവ് തന്നെയാണ് കാരണം. കൂട്ടുകാരെ, രാവിലെയുള്ള ഇന്റർവെല്ലിനും ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണത്തിന് ശേഷമുള്ള സമയത്തും നമ്മൾ പുറത്തിറങ്ങാറുണ്ട്. എന്നാൽ ഇത് നമുക്ക് ഓടിക്കളിക്കാനുള്ള സമയമാണോ? അല്ല. അത്യാവശ്യം കുറച്ചൊക്കെ നമ്മൾ കളിക്കാം. പക്ഷേ ഓടിക്കളിക്കുമ്പോഴും പരസ്പരം വഴക്കടിക്കുമ്പോഴും ഇത് അപകടകരമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. എത്ര കുട്ടികൾക്കാണ് ദിവസവും ഇങ്ങനെ മുറിവ് പറ്റുന്നത്? എന്തിനാണ് ഇത്ര വേഗത്തിൽ നമ്മൾ ഓടുന്നത്? അല്പം വേഗം കുറച്ചാൽ, ഇത്തിരി ശ്രദ്ധിച്ചാൽ ആ മുറിവ് നമുക്ക് ഒഴിവാക്കിക്കൂടെ? ടീച്ചേഴ്സിന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മടി കാണിക്കുമ്പോഴാണല്ലോ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. പടികൾ കയറുമ്പോഴും ലാംഗ്വേജ് പഠിക്കാൻ അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോഴും എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണ്. വഴുതി വീഴാൻ സാധ്യത കൂടുതലാണ്. അപകടങ്ങൾ ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ അപകടങ്ങൾ പറ്റാതെ നോക്കുന്നത്? കൂട്ടുകാരെ, കരുതലോടെ ഇരിക്കണം, സുരക്ഷിതരായിരിക്കണം. നമുക്ക് നല്ലൊരു പാട്ട് പാടിത്തരാൻ 7th C മിഥിലേഷ് തയ്യാറായിരിപ്പുണ്ട്. നമുക്ക് കേൾക്കാം മിഥിലേഷിന്റെ പാട്ട്. ലളിതഗാനം പുഴയുടെ തീരത്ത്. രചന രാജേഷ് അത്തിക്കയം. സംഗീതം ജോജി ജോൺസ്. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. പുഴയിലൊരാകാശം കണ്ടു, മേലെ വാനിൽ പാൽപ്പുഴ കണ്ടു. തുഴയാതെ ഒഴുകി വരും തിരുവോണത്തോണികൾ കണ്ടു. ഇരു തിരുവോണത്തോണികൾ കണ്ടു. പുഴയുടെ തീരത്തൊരു ത്രാടരാവിൽ വിസ്മയമോടെ ഞാൻ നിന്നു. കൂട്ടുകാരെ, ഇനി കേൾക്കാം അറിയാം കറണ്ട് ക്ലിക്സ്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുള്ള ആദരസൂചകമായി ഇംപേഷ്യൻസ് അച്യുതാനന്ദനി എന്ന പേര് നൽകപ്പെട്ട സസ്യം. ഉത്തരം കല്ലാർ വനമേഖലയിലെ കാട്ടുകാശിത്തുമ്പ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻ ഹൈഡ്രജൻ ഇക്കോസിസ്റ്റം നിലവിൽ വരുന്ന സംസ്ഥാനം. ഉത്തരം ആന്ധ്രാപ്രദേശ്. കൂട്ടുകാരെ, കറണ്ട് ക്ലിക്സ് ശ്രദ്ധിച്ചു കേട്ടല്ലോ. വെള്ളിയാഴ്ച ചോദിച്ച ചോദ്യത്തിന് ശരി ഉത്തരം നൽകിയ വിജയിയെ നാളെ റേഡിയോയിലൂടെ പ്രഖ്യാപിക്കുന്നതാണ്. വീണ്ടും കേൾക്കുന്നതുവരെ ദിസ് ഇസ് RG അമയ സൈനിങ് ഓഫ്. നിങ്ങൾ കേൾക്കുന്നത് FM മെഡോണ 39.25. പറയാം പാടാം കേട്ടു രസിക്കാം.